ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയും ജലജയും കൂടെ അവിടെ നിന്ന് പൂരം തർക്കം. അങ്ങനെ ഇളയമേ നിങ്ങളുടെ കൂടെ കൂടിയതാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതെന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ പറയുവാണ്. പിന്നെ നിൽക്കാതെ എന്നാടി ജാനകിയുടെ മോൻ നിൻ്റെ അനിയത്തിയെ കല്യാണം കഴിക്കണോടി എന്ന് ജലജ ചോദിക്കുക. മക്കളെപ്പറ്റി അമ്മമാർക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടടി. എൻ്റെ ആ സങ്കല്പം അത് തെറ്റിപ്പോയെന്നും പറഞ്ഞ് നിൽക്കുമ്പം അതെന്താ തെറ്റിയെന്ന് പറയുന്നത്? ഇപ്പം നവ്യേച്ചി നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമകളല്ലേ എന്ന് ചോദിച്ചു നയന. അവൾ എനിക്ക് പ്രിയപ്പെട്ടവളൊന്നും അല്ല. ആയിരുന്നെങ്കിലേ എൻ്റെ വാക്ക് ധിഖരിച്ചിട്ട് അവൾ ആ ദുഷ്ടനായ ഒരുത്തൻ്റെ ജ്വല്ലറിയുടെ മോഡലായിട്ട് പോകുമായിരുന്നു എന്ന് ജലജ ചോദിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നന്ദുവിൻ്റെ കാര്യവും പറഞ്ഞ് ഇനി എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. എനിക്കത് കേൾക്കാനായിട്ടേ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അനിയുടെ അമ്മയ്ക്ക് നന്ദുവിനെ മരുമകളായിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്തേണ്ടത് ഇളയമ്മയുടെ കടമയാണെന്ന കാര്യം നയന പറയുവാണ്. അതിന് കഴിയുന്നില്ലെങ്കിൽ ആ കഴിവുകേടിൻ്റെ പേരിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് വരരുത് എന്നൊന്ന് പറഞ്ഞേക്കാനും കൂടെ പറഞ്ഞിട്ട് നമ്മുടെ നയനി അവിടെ നിന്ന് പോയി. ജലജ ചമ്മി വെള്ളറെ അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നവീൻ്റെ അമ്മ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവരുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. അപ്പോൾ ജലജയാണല്ലോ വിളിക്കുന്നത്. ഇവളെന്തിനാ എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് ഫോൺ എടുത്തു. ഹലോ ജലജെ, മോൻ കല്യാണാലോചനയൊക്കെ നടത്തുന്നത് വീട്ടുകാരും കൂടി അറിഞ്ഞിട്ടാണോ എന്ന് ജലജ ചോദിച്ചു. അപ്പോൾ കല്യാണാലോചനയോ? അതെ, മോൻ്റെ പെണ്ണിനെ കണ്ടെത്തിയല്ലോ. അതാരാ? ഞാനറിയാത്തൊരു പെണ്ണ് എന്നീ പത്മ ചോദിക്കുമ്പം നീയും അറിയും പത്മം, അവളെൻ്റെ മരുമോളുടെ ബന്ധുവാണ് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെളിച്ച് പറയേണ്ട ജലജയെന്ന് പറഞ്ഞു ഈ പത്മം. എൻ്റെ മരുമോളുടെ അനിയത്തിയാണ് നവീൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴേക്കും പത്മ നടുങ്ങി ഞെട്ടി ഇങ്ങനെ നിൽക്കുക. എടോ പത്മം, ആ നന്ദുവിനെ ഉണ്ടല്ലോ, അവളെ നവീൻ ഒരുപാട് ഇഷ്ടമാണെന്ന കാര്യം പത്മത്തോട് പറഞ്ഞു കൊടുക്കുക ജലജ. നന്ദുവിൻ്റെ വീട്ടിൽ പോയി നവീൻ കല്യാണാലോചന വരെ നടത്തിയെന്നും പറഞ്ഞു. അവർക്കേ നവീന ഭയങ്കര താല്പര്യമാണ്. പത്മത്തിന് തലയിൽ ഇടി വെട്ടിയതുപോലെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഇതൊന്നും താൻ അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. അപ്പോൾ നിൻ്റെ മോൻ്റെ നാവുകളെ പല കഥകളും ഇതുപോലെ ഉണ്ടാക്കിയെന്ന് വരുമെന്ന് പത്മം പറയുകയും ചെയ്തു. മറ്റുള്ളവർ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞ് നടക്കുന്നവരാ നിങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് വിശ്വസിക്കണ്ട, മോൻ വീട്ടിലുണ്ടെങ്കിലേ അവനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഈ കേട്ടതൊക്കെ സത്യമാണോ അല്ലയോ എന്ന്. അപ്പോൾ അവൻ തന്നെ പറയും നന്ദുവിൻ്റെ വീട്ടിൽ പോയ കാര്യവും പെണ്ണാലോചിച്ച കാര്യവും ഒക്കെ. അല്ല, ഒരാൾ വക്കീലും ഒരാൾ പോലീസും, കൊള്ളാം. അപ്പം നന്നായി തന്നെ ചേരുമെന്നൊക്കെ പറഞ്ഞ് ജലജ കളിയാക്കി വിടുക. അല്ല, ഇനിയിപ്പോൾ താൻ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലേ മോൻ തന്നെ എല്ലാം പറഞ്ഞ് കഴിയുമ്പോൾ അതിനൊരു പച്ചക്കൊടി അങ്ങ് കാണിച്ചാൽ മതിയെന്നും ജലജ പറയുക. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കുമെന്നു. അത് കേട്ടപ്പോഴത്തേക്കും പത്മത്തിന് ഭയങ്കര ദേഷ്യം. ഞാൻ പറഞ്ഞില്ലേ, കനകയ്ക്കും ഗോവിന്ദനും അത്രയ്ക്ക് ഇഷ്ടമാണ് നവീനെ. അതും പറഞ്ഞ് പുള്ളിക്കാരി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പത്മയുടെ എരിവിരി സഞ്ചാരമായിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അച്ഛന് ചായ ആയിട്ട് ചെന്നു. അപ്പം അച്ഛൻ ചായയൊക്കെ മേടിച്ച് കുടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുക. അവൻ്റെ മനസ്സിലുള്ള തൻ്റെടിയായ പെൺകുട്ടി ആരാണെന്ന് അച്ഛൻ അറിയാവോന്ന് ചോദിച്ചു പത്മം. ആ പോലീസ് ഓഫീസർ ആരാണെന്ന് അച്ഛൻ അറിയോന്ന്. അപ്പോൾ നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അച്ഛനോട് കൊച്ചുമോൻ എല്ലാം പറയുന്നതാണല്ലോ, പിന്നെന്താ ഇത് മാത്രം പറയാതിരുന്നതെന്ന് പത്മം ചോദിക്കുക. അപ്പോൾ അതും എനിക്കറിയില്ല. എന്നാൽ അച്ഛനെ അറിഞ്ഞോ, അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി അവളാ. ആണിനെ പോലെ തലമുടിയൊക്കെ വെട്ടി ജീൻസൊക്കെ ഇട്ട് നടക്കുന്ന ആ പെണ്ണ് അവള്. ഇപ്പോൾ കാക്കിയിട്ട് നടക്കുന്നവള് കനകയുടെ മോള് നന്ദു. ഇത് കേട്ടപ്പോഴത്തേക്കും മുത്തശ്ശനും ഞെട്ടി കേട്ടോ. മുത്തശ്ശനും ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുക. അപ്പോൾ സഹൃദയൻ ഇടയ്ക്ക് ആ രീതിയിലൊക്കെ സംസാരിക്കുമായിരുന്നു. പക്ഷേ അപ്പോഴും അവനൊന്നും പറയാത്തത് കൊണ്ട് ഞാനത് അങ്ങനെ കണക്കിലെടുത്തില്ല. എന്നാൽ ഇത് അച്ഛൻ കണക്കിലെടുത്തോ? ഇത് തന്നെയാണ് സത്യം. അവൻ പിന്നാലെ നടക്കുന്നത് അവളുടെയാണ്. അച്ഛൻ അറിയാവോന്ന് ചോദിച്ചു. അച്ഛൻ അറിയാമല്ലോ, നല്ല കാശുള്ള വീട്ടിലേക്ക് പെൺമക്കളെ കെട്ടിച്ചു വിടണമെന്ന കനകയുടെ ആഗ്രഹം. രണ്ടു മക്കൾ അനന്തപുരിയിലേക്ക് പോയ ശേഷം അതിനൊക്കെ അറുതി വന്നെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ ആ സ്വഭാവത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവളിപ്പോഴും ആ ലൈനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. അനന്തപുരി അല്ലെങ്കിൽ അതുപോലെ മറ്റൊരു തറവാട്, അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മോനെ ഇനി കൊടുക്കാൻ നോക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ നമ്മളിങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല മോളെ എന്ന് പറഞ്ഞു. പിന്നെ എന്തറിയാനാ അച്ഛാ, ജലജ എന്നെ വിളിച്ച് വിവരം പറഞ്ഞതെന്ന് പറഞ്ഞപ്പം അവളാണ് പറഞ്ഞതെങ്കിൽ അത് പൂർണ്ണമായും നീ വിശ്വസിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ ഈ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു എന്ന്? അതെനിക്കല്ല, സഹൃദയനാ സംശയം ഉണ്ടായിരുന്നത്. അവരൊക്കെയാണല്ലോ നവീൻ്റെ ഇപ്പോഴത്തെ മനസാക്ഷി സൂക്ഷിപ്പുകാരല്ലേ. അതുകൊണ്ടേ
കേട്ടതിൽ കഴമ്പുണ്ടച്ചാ, അതൊരിക്കലും നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല എന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നവീൻ വീട്ടിലേക്ക് വരുന്നു. നവീൻ വീട്ടിലേക്ക് കയറി വന്നപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടെ കലി കയറി ഇങ്ങനെ നിൽക്കല്ലേ, പ്രത്യേകിച്ച് പത്മ. എന്താ രണ്ടുപേരും കൂടി ഇന്ന് നവീൻ ഇങ്ങനെ ചോദിച്ചു. എടാ മോനെ, നിൻ്റെ അമ്മ ഒരു കാര്യം അറിഞ്ഞിട്ട് ചൂടായിട്ട് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. അത് സത്യമാണോ അല്ലയോ എന്ന് അറിയണമെന്ന് പറഞ്ഞു. ഇനി നീ ഒന്നും മറച്ചു വെക്കരുതെന്നും. നിനക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാണോ നന്ദുവിനെ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് നവീൻ ഇങ്ങനെ പേടിച്ച് കറച്ചിങ്ങനെ നിൽക്കുക. അവളെയാണോ നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പം നവീൻ്റെ കൈയും കാലും പറിക്കാൻ തുടങ്ങി. അപ്പം നോക്ക്, അവൻ എന്തെങ്കിലും പറയുന്നുണ്ടോയെന്ന് നോക്കുക എന്നും പറഞ്ഞുകൊണ്ട് പത്മ കിടന്ന് ചുമ്മൊച്ച വെച്ചുകൊണ്ടിരിക്കുക. അന്നേരം അപ്പോൾ കേട്ടത് സത്യമാണല്ലേ എന്നിങ്ങനെ ചോദിച്ചു മുത്തശ്ശൻ. എന്നെ പേടിച്ച് ഇവനൊന്നും മിണ്ടാതെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നടക്കില്ലടാ, എനിക്കിഷ്ടമല്ലാത്ത ബന്ധം ഈ ജന്മം നടക്കില്ല എന്നൊക്കെ പറയുമ്പം അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ ആ ബന്ധത്തെ പറ്റി ആലോചിക്കുന്നില്ല, പോരെ എന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെ ഒരു വാക്ക് തന്നിട്ട് നീ ഞങ്ങളെ ചതിക്കരുതെന്ന് പത്മ. അവളെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരരുത്, പറഞ്ഞത് കേട്ടല്ലോ. കനക അവളുടെ 2 മക്കളെയും എങ്ങനെ അനന്തപുരിയിലേക്ക് പറഞ്ഞു വിട്ടതെന്നുള്ള കഥയൊക്കെ നിനക്ക് അറിയാവുന്നതാണല്ലോ. മുഖം പോലും മറച്ചിട്ട അന്നൊരുത്തി കതിർ മണ്ഡപത്തിലേക്ക് കയറി ചെന്നത്. നയനെ അങ്ങനെ ഇരുന്നെങ്കിലേ ഇന്ന് അതിൻ്റെ പേരിൽ അവിടെയുള്ളവരെല്ലാവരും സന്തോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇവരോട് നവീൻ. അതിനേക്കാളും നല്ലൊരു പെൺകുട്ടിയെ ആദർശേട്ടന് കിട്ടില്ല എന്ന് മൂർത്തി മുത്തശ്ശൻ പോലും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ മറ്റവളുടെ കാര്യമോ, നവ്യ എന്ന് പറയുന്നവളുടെ, അവളെക്കുറിച്ച് അവരൊന്നും നല്ല അഭിപ്രായം അല്ലല്ലോ പറയുന്നത്. എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. ആവില്ല, ഈ നന്ദു എന്ന് പറയുന്നവളെ ഒരിക്കലും ആവില്ല എന്ന് പത്മ. പൊന്നെ എന്ന് പറഞ്ഞ നവീൻ ഇങ്ങനെ നിൽക്കുക. അവളിങ്ങോട്ട് വന്നിട്ടെ എന്നെ എടുത്തിട്ട് തല്ലത്തില്ലെന്ന് ആര് കണ്ടു എന്നൊക്കെ പത്മ ചോദിക്കുന്നത്. അത് കേട്ടപ്പം അമ്മായിയമ്മയുടെ സ്വഭാവം നല്ലതാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികളൊന്നും തല്ലത്തില്ല അതെന്നേരം പറയാം മുത്തശ്ശൻ. അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാണോ എന്ന് പത്മ ചോദിച്ചു. അമ്മ വേണ്ടെങ്കിൽ വേണ്ട എന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ? അന്നേരം എടാ സത്യം പറയടാ, നീ അവിടെ പോയി പെണ്ണ് ചോദിച്ചായിരുന്നോ? എടാ ചോദിച്ചായിരുന്നോ എന്ന് നീ പറയാൻ പറഞ്ഞു. അപ്പം ഇനിയൊന്നും നീ അവനോട് ചോദിക്കണ്ട, മുഖം കണ്ടാൽ അറിയാലോ അവൻ ചോദിച്ചു എന്നുള്ളത്. അപ്പോൾ കനകയ്ക്കും അവളുടെ ഭർത്താവിനും ഒക്കെ ഇത് അറിയാമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇത് നാണം ഇല്ലല്ലോടാ. ആ കനക അമ്പലത്തിൽ വെച്ച് കണ്ടാൽ പോലും ഞാൻ മുഖം കൊടുക്കാതെ തിരിഞ്ഞു പോവാറാ പതിവ്. അങ്ങനെയുള്ള അവളുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചിരിക്കുന്നു. എന്തായാലും ഇനി നീ ആ വഴിക്ക് പോയേക്കരുതെന്ന് മകനോട് പറയാം. അപ്പം ശരി, സമ്മതിച്ചു, ഞാൻ പോകുന്നില്ല, ഇതാ പോരേന്ന് ചോദിച്ചു. പിന്നെ ഇനി ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് നവീനകത്തേക്ക് കയറിപ്പോയി. എന്നും പറഞ്ഞ് നവീനകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ പത്മ ഇങ്ങനെ ഭയങ്കര ഇതിലായിട്ടിരിക്കാം. ദേ ഈ അമ്മയുടെ തലയിലെല്ലാം കെട്ടിവെച്ചിട്ട് നന്ദുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മുന്നിൽ എനിക്ക് രക്ഷപ്പെടാമെന്നും പറഞ്ഞിങ്ങനെ പറയാം. അമ്മ എന്തായാലും അവളെ സ്വീകരിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നവീൻ്റെ ഫോണിലേക്ക് ദേ കയറി വരുന്നു അടുത്ത കോള്. ഇങ്ങനെ എടുത്തു നോക്കി ആരാ എന്താ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം നവ്യാണ് വിളിച്ചത്. അപ്പോൾ എൻ്റെ നമ്പറൊന്നും സേവ് ചെയ്തിട്ടില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആരായി വിളിക്കുന്നതെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ശബ്ദം കേട്ടിട്ടും മനസ്സിലായില്ലേ എന്ന് നവ്യ ചോദിക്കാം. പിന്നെ മുൻപ് പഠിക്കുന്ന സമയത്തൊക്കെ ഈ ശബ്ദം ഒരുപാട് കേട്ടിട്ടുള്ളതാണെന്ന് പറയാണ് നവ്യ. നവ്യാണോ? അപ്പോൾ ഓർമ്മയുണ്ടല്ലേ എന്ന് ചോദിച്ചു. അല്ല, എന്തിനാ എന്നെ വിളിച്ചത്? എന്താ? എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ നീ എന്നെ കാണുന്നത്? അതുപോലെ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അതിപ്പോൾ ഫോണിലൂടെ പറഞ്ഞുകൂടെയെന്ന് ചോദിക്കുമ്പം ഇല്ല, അത് നേരിട്ട് തന്നെ പറയണം, നീ പറയുന്നിടത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വീട്ടിലോട്ട് പോരെന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ പൊന്നോ, അങ്ങോട്ട് ഞാനില്ല. അവിടെ നിൻ്റെ അമ്മയ്ക്കും മുത്തശ്ശനൊന്നും എന്നോട് വലിയ താല്പര്യമില്ലാത്തവരല്ലേ. എനിക്കും താല്പര്യമൊന്നും ഇല്ല എന്ന് നവീൻ അന്നേരം പറയാം. എന്ന് വെച്ചാൽ നിൻ്റെ പോക്കേ അതങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ നിന്നെ അടുത്തൊന്നും വിളിച്ചിട്ടില്ലല്ലോ. ദയവ് ചെയ്ത് എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ള ഒരു അവസരം തരണം പ്ലീസ്. ശരി ആയിക്കോട്ടെ, ഞാനിപ്പോൾ വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ, കുഴപ്പമില്ല, വീടിനടുത്തുള്ള ജംഗ്ഷനിലേക്ക് പോരെ, ഞാനവിടെ കാണുമെന്ന് പറയും. ശരി എന്ന് പറഞ്ഞു. താങ്ക്സും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നവീൻ വഴിയിൽ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അതെ, നീ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു എന്ന് നവീൻ ഇങ്ങനെ നവ്യയോട് ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും കേസോ മറ്റോ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിൻ്റെ അബിയുടെയും കേസ് ഏറ്റെടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് അറിയാമല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യമായിട്ടൊന്നുമല്ല ഞാൻ നിന്നെ കാണാൻ വന്നതെന്ന് നവ്യ പറയാം. നവീൻ ഇപ്പോൾ എൻ്റെ വീടുമായിട്ടൊരു ബന്ധം എടുക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞത് വേണ്ടാന്ന് പറയാനാണ് വന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഈ ബന്ധത്തോട് വലിയ താല്പര്യമാണല്ലോ, പിന്നെ നിനക്കെന്താണ് ഒരു എതിർപ്പ് എന്ന് ചോദിക്കുമ്പം നവീന് കാര്യങ്ങളൊന്നും അറിയില്ല. നന്ദുവിനൊരു പ്രണയമുണ്ട് എന്ന കാര്യം നവ്യ പറയാട്ടോ. അപ്പം എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ അത് അവളെന്നോട് പറഞ്ഞേനേലോ. അവൾക്കത് പറയാൻ പറ്റില്ല,
കാരണം ഏത് നേരവും നവീൻ്റെ കൂടെ നടക്കുന്ന ഒരാളെയാണ് അവൾ പ്രേമിക്കുന്നതെന്നുള്ള കാര്യം നവ്യ പറയാം. അല്ല അതാരാ? അതൊക്കെ നവീൻ അറിഞ്ഞു കാണുമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിശ്വാസം എന്ന് നവ്യ പറയണു. വേറെ ആരുമല്ല, അനിയാണ് ആ പയ്യനെന്ന് നവീൻ്റെ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നവീൻ നിന്ന് ചിരിക്കുക കേട്ടോ. നിന്റെ മുന്നിലൂടെയാണ് നന്ദു അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അതിനുശേഷം ലോക്കപ്പിലിട്ട് അവൾ അവനെ തല്ലി. നീ ശുപാർശയായിട്ട് പോയിട്ടും നിന്റെ ഭർത്താവിനെ അവൾ വിട്ടില്ല. അതിൻ്റെയൊക്കെ ദേഷ്യം നിനക്ക് നന്ദുവിനോടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവൾക്ക് നല്ലൊരാലോചന വന്നപ്പോൾ നീ അത് മുടക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ നീ ഒന്ന് ശരിക്കും അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു നവ്യനോട്. നന്ദു അനിയും തമ്മിൽ കാണാറുള്ള ചില റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേര് വേണമെങ്കിൽ പോലും ഞാൻ പറഞ്ഞു തരാം. അവിടെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ പറയും അവർ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി എന്ന് നവ്യ പറഞ്ഞപ്പോൾ ഈ അടുത്ത സമയത്തെ നന്ദുവിനെ അനിയും അവരുടെ കൂട്ടുകാരെയൊക്കെ കൂട്ടി ഞങ്ങൾ പൊന്മുടിയിലേക്ക് പോയത് നീ അറിഞ്ഞില്ലായിരുന്നോ? അന്നൊന്നും അനിയും നന്ദുവും ഇതേപ്പറ്റി എന്നോട് പറഞ്ഞില്ലല്ലോ. അവരുടെ കൂട്ടുകാരും ഒന്നും പറഞ്ഞില്ല. അപ്പം അതൊക്കെ എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു നവ്യ. ഒരു പക്ഷേ കോടതിയിൽ അനിയെ 2 തവണ നവീൻ രക്ഷിച്ചില്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്കത് തുറന്നു പറയാൻ പറ്റാതെ പോയതെന്ന കാര്യം പറയുമ്പോഴേക്കും എന്തായാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് നന്ദു. അതുകൊണ്ട് ഇനി അവളെ വേണ്ടാന്ന് വെക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞു. പിന്നെ എൻ്റെ അച്ഛൻ ഉടനെ എത്തും. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരാഴ്ചക്കുള്ളിൽ നിശ്ചയം ഞങ്ങൾ നടത്തും. ചിങ്ങമാസത്തിൽ കല്യാണവും നടത്തും. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നിന്റെ അനുജത്തിയല്ലേ നന്ദു, അവളുടെ കല്യാണത്തിന് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും നീ വന്നേ പറ്റുള്ളൂ. അതിനു മുൻപ് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയായിട്ട് വരണ്ട എന്നും പറഞ്ഞ് നവീൻ ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോയി. നവീൻ എന്നും പറഞ്ഞ് നവ്യെ വിളിച്ചു. ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ അവൻ പോയല്ലോ. പാവം എനിക്ക് ഇനിയും അവൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ അനിയത്തിയെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആദർശിനെ ആട്ടോ. ആദർശ് ഇങ്ങനെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ആദർശിൻ്റെ അടുത്തേക്ക് നയന വന്നിട്ട് ഇവർ തമ്മിലുള്ള കല്യാണം മുടക്കാൻ ശ്രമിച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ അത് കേട്ട ആദർശം ഞെട്ടി. അതിനിടയ്ക്ക് അങ്ങനെ ഒന്നും ഉണ്ടായോ എന്ന് ചോദിച്ചു. അനിയും നന്ദുവും തമ്മിൽ പ്രണയത്തിലാണെന്ന് നവ്യനോട് പറഞ്ഞത് നവ്യയുടെ കാര്യം. അപ്പം നീ അത് സമ്മതിച്ചു കൊടുത്തോന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല, എനിക്കറിയില്ല, അവർ നല്ല ഫ്രണ്ട്സാണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന കാര്യം നയനി അന്നേരം പറഞ്ഞു. സത്യങ്ങൾ പറയണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ നവീൻ്റെ മുഖം ഓർത്തപ്പോൾ അത് പറയാൻ എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നവ്യ നമ്മൾ കരുതുന്നത് പോലെ നമ്മളെ സഹായിക്കുന്നതാണെങ്കിൽ അവൾ അങ്ങനെ അതിന് ശ്രമിക്കുമോ? നന്ദുവിനോട് അവൾക്ക് നമ്മളെക്കാളും ദേഷ്യമുണ്ട്. അതുകൊണ്ട് നന്ദുവിന് നല്ലൊരു ജീവിതം കിട്ടാതിരിക്കാൻ വേണ്ടിയല്ലേ അവളിങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ വിവാഹം നടക്കില്ല എന്ന് നയന. പക്ഷേ അങ്ങനെ വിവാഹം മുടങ്ങുന്നത് എനിക്ക് ഗുണം ചെയ്യുമെന്ന കാര്യം നയന പറയുവാണ്. ചേച്ചി നമ്മുടെ ശത്രുപക്ഷത്താണെങ്കിൽ എന്തായാലും നന്ദു ഇങ്ങോട്ട് വരുന്നതിനേക്കാളും നവീൻ്റെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കുമല്ലോ ചേച്ചിക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യം. അപ്പം ഇങ്ങോട്ട് എന്തായാലും നന്ദുവിന് വരാൻ പ്രയാസമാണെന്ന് നിൻ്റെ ചേച്ചിക്ക് അറിയാം. ആ ഒരു നിലയ്ക്ക് നന്ദുവിന് നല്ലൊരു ബന്ധം കിട്ടരുത്. ആ ചിന്തയോടുകൂടിയാണെങ്കിലോ അവൾ നവീനെ കണ്ടത്. അപ്പം മറ്റൊരു തരത്തിലും ചിന്തിച്ചുകൂടെ ആദർശേട്ടാ? നവ്യേച്ചിയുടെ പോക്ക് ശരിയായ ദിശയിലാണെങ്കിൽ നന്ദു അനിയും തമ്മിൽ ഒന്നിക്കണമെന്നായിരിക്കും ചേച്ചിയുടെയും ആഗ്രഹം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നവീനും നന്ദുവും തമ്മിലുള്ള ബന്ധം ആലമ്പിക്കളയാൻ മാത്രമല്ലേ ചേച്ചി ശ്രമിക്കത്തുള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെയെങ്കിൽ നമുക്കതിനെ ചിന്തിച്ചുകൂടെ എന്ന് ചോദിക്കാം. അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങോട്ട്. ഇനി സേവിയറിനെ കോളിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്നും അവനെ കണ്ടെങ്കിൽ മാത്രമേ നവ്യ ശരിയോ തെറ്റോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് ആദർശ് പറഞ്ഞു. ചേച്ചി ശരിയായാൽ മതിയായിരുന്നു എന്ന് നയന പറഞ്ഞപ്പോൾ അതിനുള്ള ചാൻസ് 50-50 ആണെന്ന് ആദർശ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അൺനോൺ മെസ്സേജ് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. എങ്കിലും നവ്യയുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് ആദർശ് നയനയോട് പറയാം. ഞാനും നീയൊക്കെ ചിന്തിക്കുന്നത് പോലെ അവൾ നേർവഴിക്കാണെങ്കിൽ പിന്നെ ഈ നാടകം നമുക്ക് പൊളിക്കണമെന്ന് ആദർശ് പറഞ്ഞു. പിന്നെ നല്ലതിനാണെങ്കിലും മറിച്ചാണെങ്കിലും നവ്യ ഇപ്പം നവീനെ കണ്ടത് നല്ലതിനല്ല എന്ന് ആദർശ് നയനയോട് പറയുക. അപ്പം മനഃപൂർവ്വം നന്ദുവിനെയും നവീനെയും വേർതിരിപ്പിക്കാൻ വേണ്ടി ചേച്ചി കഥയുണ്ടാക്കിയെന്നാണ് നവീൻ പറയുന്നത് എന്ന് നയന പറഞ്ഞപ്പം അവൻ ബുദ്ധിയുള്ള വക്കീലാണെങ്കിലും ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിട്ടുകളയാനേ അവന് താല്പര്യമില്ല എന്ന് ആദർശ്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണമൊന്നും നടത്താതിരുന്നത്. അതാണ് ഈ പ്രേമത്തിനുള്ള ഒരു കുഴപ്പം എന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ പറയാം. അങ്ങനെ ഇവർ സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന കനകയാട്ടോ. കനകയെ കാണാൻ ആയിട്ട് നവീൻ്റെ അമ്മയും മുത്തശ്ശനും കൂടെ വരിക. അവർ രണ്ടുപേരും കൂടെ കയറി വന്നപ്പോഴത്തേക്കും അയ്യോ അവരാണല്ലോ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കനക ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കയറി ചെന്നു. അപ്പോഴത്തേക്കും വരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോവിന്ദേട്ടൻ വിളിച്ചു. അപ്പോൾ നമസ്കാരമൊക്കെ പറഞ്ഞിങ്ങനെ അവർ നിൽക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക. ഞങ്ങളൊരു വിവരം അറിഞ്ഞായിരുന്നു, അതേപ്പറ്റി അന്വേഷിക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ.
നവീനിടയ്ക്ക് ഇവിടെ വരാറുണ്ടല്ലേ എന്ന് പത്മൻ ചോദിച്ചു. അപ്പോൾ ആ ഉണ്ട് എന്ന് പറഞ്ഞ് കനക നിൽക്കാം. എന്തിനാ അവനിങ്ങോട്ട് വരുന്നത്? അത് പിന്നെ അല്ല, നിങ്ങളെ എല്ലാവരും കൂടി എല്ലാം അങ്ങ് തീരുമാനിച്ചില്ലേ, ഇനി ഞങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞ് നിൽക്കുക. അല്ല, ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, നവീൻ മോൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാ നന്ദുവിന് ഇഷ്ടമാണ് എന്നുള്ളതേ. അന്നേരം കനകെ, നിനക്ക് എൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുള്ളതാ ഒരുപാട് തൻ്റെ ഇടമുള്ള പെൺകുട്ടികളോട് എനിക്ക് താല്പര്യമില്ല എന്നുള്ളത്. അപ്പോൾ കനകൊന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. അതുപോലെ ഗോവിന്ദേട്ടനും എങ്കിലും സ്വന്തം മകന് വേണ്ടി അവളുടെ സ്വഭാവമൊക്കെ മാറ്റി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്, മനസ്സിലായില്ലേന്ന് ചോദിച്ചു. ഗോവിന്ദൻ്റെയും കനകയുടെയും മകളെ മരുമകളാക്കാൻ ഇവള് സമ്മതിച്ചെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും ഈശ്വരതേ കിടക്കുന്ന എല്ലാം കൂടി. അപ്പോൾ അവൻ നന്ദുവിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞതാ, ഒരു കാരണവശാലും ഈ ബന്ധം നടക്കില്ലെന്നും അവനോട് തറപ്പിച്ചു പറഞ്ഞതാ. പിന്നെ അച്ഛനും അതുപോലെ നകുലേട്ടനും വിളിച്ചപ്പോൾ ചിങ്ങത്തിൽ തന്നെ കല്യാണം നടക്കണമെങ്കിൽ ഇതങ്ങ് സമ്മതിച്ചു കൊടുക്കാനാ പറഞ്ഞതെന്നുള്ള കാര്യം കനകയോട് ഇവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ സന്തോഷമായി കനകയ്ക്ക്. അതിനുശേഷം ഞാൻ ഒരുപാട് ആലോചിച്ചു. എന്നെപ്പോലെ തന്നെ വാശിയുള്ള കൂട്ടത്തിലാണ് നവീനും. ഈ ബന്ധം നടന്നില്ലെങ്കിൽ അടുത്തൊന്നും പിന്നെ അവൻ്റെ കല്യാണം കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാവില്ല എന്ന കാര്യവും പറയാം കേട്ടോ. എന്നാൽ പിന്നെ വക്കീലിനെ SI കൂട്ടായിട്ട് വന്നോട്ടെ എന്ന് ഞാനും അങ്ങ് കരുതി എന്ന് കനകയോട് ഇവർ പറയുക. അപ്പോൾ നവീൻ്റെ അമ്മ ഇത് അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളൊരു ഭയത്തിലായിരുന്നു ഞങ്ങളെന്ന് ഗോവിന്ദേട്ടൻ. നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് വന്നപ്പോഴും ഞങ്ങളെ വഴക്ക് പറയാനാണ് വന്നതെന്നാ കരുതിയതെന്ന് ഗോവിന്ദേട്ടൻ പറയുക കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ വന്നത്, മുഖത്ത് ഒരു ചിരി പോലും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അല്ല, അവളെവിടെ? നന്ദു അകത്തുണ്ട്, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദൂട്ടനെ വിളിക്കാനായിട്ട് അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും നന്ദൂട്ടൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. നന്ദു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പത്മ കനകയുടെ അടുത്ത് ചെന്നിട്ട്, ഇവള് വലിയ കരാട്ടക്കാരിയും കളരിപ്പയറ്റുകാരിയും ഒക്കെ ആയതുകൊണ്ടേ ഇവളെ ഞാൻ ഇതുവരെ നോക്കിയിട്ട് പോലും ഇല്ല എന്ന് പത്മ പറയാം. ഇനി ഞാൻ എൻ്റെ മരുമോളെ ശരിക്കൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പെട്ട് കാര്യങ്ങളെല്ലാം കുഴഞ്ഞു. അപ്പോൾ ചിങ്ങത്തിലെ മോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക, ആ കാര്യം പറയാനാണ് വന്നത് എന്ന് ഇവർ പറയുന്നു. അപ്പോൾ നവീൻ മോനെയും കൂട്ടത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവനിവിടെ ഞങ്ങളാരും അറിയാതെ ഒന്ന് കല്യാണമൊക്കെ ആലോചിച്ചതല്ലേ, അതുകൊണ്ട് അവനോടൊന്നും പറയാതെ ഞങ്ങളിങ്ങ് പോകുന്നതെന്ന് മുത്തശ്ശൻ. ആ സമയത്ത് ഇപ്പോഴും ഞാൻ ഇടഞ്ഞു നിൽക്കുകയാണെന്നാണ് അവൻ്റെ ധാരണ. മോളെ, അവനെ വിളിച്ച് കാര്യങ്ങളൊന്നും പറയണ്ട കേട്ടോ, വരുമ്പോൾ ഞങ്ങൾ തന്നെ അവനെ ഈ സന്തോഷ വാർത്ത അറിയിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പോവില്ല, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, മാത്രമല്ല ഇന്ന് വന്നത് നല്ലൊരു കാര്യം കൂടി പറയാനല്ലേ, അപ്പോൾ ഒരു ഗ്ലാസ് ചായ എങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കനക. അങ്ങനെ കനക ചായ എടുക്കാൻ പോന്നു. ഈ സമയത്ത് പത്മ നന്ദുവിനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട്, അതെ ഇനി കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നാലും അടുക്കളപ്പണിയൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ, അവിടെ അധികം പണിയൊന്നും ഇല്ല എന്നൊക്കെ പത്മ പറയാം. പക്ഷേ നവീനെ പോലെ നിയമം മുറുകെ പിടിച്ചിട്ട് ആൾക്കാരുമായിട്ട് യുദ്ധത്തിനൊന്നും പോകരുത് എന്ന് പത്മ പറയാം. നന്ദൊന്നും വേണ്ടിയിരിക്കുക, തടിമാടന്മാരെ പോലും തല്ലി വീഴ്ത്തുന്ന പ്രകൃതമാണ് നിനക്കെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് പത്മ ഇങ്ങനെ നന്ദുമായിട്ട് സംസാരിക്കുന്നു. ആ സ്വഭാവമൊക്കെ മാറ്റി വയ്ക്കണം, അതൊന്നും വേണ്ട എന്നാ പറഞ്ഞത്. അപ്പോൾ കല്യാണം കഴിയുന്ന മുന്നേ തന്നെ അമ്മായിമ്മ മരുമകളെ നേർവഴിക്ക് കൊണ്ടുവരുവാണെന്ന് ചോദിച്ചു. അയ്യോ അങ്ങനെയൊന്നുമല്ല, ജോലിക്ക് പോകരുതെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ ശത്രുക്കളെ കൂട്ടിയാൽ അത് വലിയ ദോഷം ചെയ്യുമെന്നും പത്മ ഇങ്ങനെ പറയണേ. പിന്നെ ജോലിയോട് 100% ആത്മാർത്ഥത കാണിച്ചിട്ട് വെറുതെ എന്തിനാ മനസ്സമാധാനം കളയുന്നതെന്നൊക്കെ പത്മ ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഇനി അമ്മായിമ്മ തന്നെ മരുമോളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയെന്ന് ഗോവിന്ദേട്ടൻ. അങ്ങനെ ഇവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ദൈവമേ, നന്ദു ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.